കേൾക്കാനൊക്കെ പക്കയായിട്ട് സാധിക്കുന്നുണ്ടല്ലോ? മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. എന്നെ കേൾക്കാനും കാണാനും ഒക്കെ പറ്റുന്നുണ്ടല്ലോ? യെസ്, എന്നെ കേൾക്കാം. ഞാൻ പറയുന്നത് കേൾക്കാം, എന്നെ കാണാം. യെസ്, എവറിത്തിങ് സെറ്റ് അല്ലേ? യെസ്. അപ്പൊ നമ്മൾ ആരംഭിക്കുവാനായിട്ട് പോകുന്നത് യെസ് അത് ഒഫൻസസ് അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഒഫൻസസ് എഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി ആണ്. അപ്പൊ ഒഫൻസസ് അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി, അപ്പൊ ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം, നമ്മുടെ BNS-ൽ കൂടുതലായും എല്ലാം എന്നല്ല പറയുന്നത്, ഇവിടെ BNS-ൽ കൂടുതലായും പ്രോപ്പർട്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതാണ്? അത് മൂവബിൾ പ്രോപ്പർട്ടി ആണ്. ഓക്കെ, BNS-ൽ പ്രോപ്പർട്ടി എന്നതുകൊണ്ട് കൂടുതലായും ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയെ കുറിച്ചും പറയുന്നുണ്ട്. പക്ഷെ എന്താണ് ഇവിടെ നമ്മൾ കൂടുതലായിട്ടും പറയുന്നത് മൂവബിൾ പ്രോപ്പർട്ടിയെ കുറിച്ചാണ്. അപ്പം ഒഫൻസസ് അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി ആണ് നമ്മൾ ഇന്ന് നോക്കുവാനായിട്ട് പോകുന്നത്. അത് വരുന്നത് എത്രയാണ്? ചാപ്റ്റർ 17-ലാണ് ഒഫൻസസ് അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി വരുന്നത്. ചാപ്റ്റർ 17-ലാണ് ഒഫൻസസ് അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി വരുന്നത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഒന്ന് ചാപ്റ്റർ 17 ആണ്, മറ്റൊന്ന് എന്താണ്? കൂടുതലും മൂവബിൾ പ്രോപ്പർട്ടി ആണ്. അപ്പൊ നമ്മൾ ആദ്യത്തെ ഒഫൻസിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒഫൻസിലേക്ക് നമ്മൾ പോവുകയാണ്. ആദ്യത്തെ ഒഫൻസിനെ കുറിച്ച് പറയുന്നത് ദാറ്റ് ഈസ് തെഫ്റ്റ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒഫൻസസ് അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി വരുമ്പോൾ വാല്യൂ ഓഫ് ദി കമ്മോഡിറ്റി, അതായത് ഈ പറയുന്ന പ്രോപ്പർട്ടി, അതായത് ഈ പറയുന്ന മോഷ്ടിക്കപ്പെട്ട അല്ല എങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, ആ പ്രോപ്പർട്ടിയുടെ വാല്യൂവിന് എന്തെങ്കിലും വിലയുണ്ടോ? ഒഫൻസസ് അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ആ പർട്ടിക്കുലർ പ്രോപ്പർട്ടിയുടെ വാല്യൂവിന്, ഇപ്പം ഒരാൾ എന്ത് ചെയ്യാണ്, ഒരാള് 10 രൂപ വിലയുള്ള ഒരു ടിക് ടാക്കിന്റെ മുട്ടായി എന്ത് ചെയ്യുന്നു? കടയിൽ നിന്ന് മോഷ്ടിക്കുന്നു. ഓക്കെ, അപ്പൊ ഒരു വസ്തുവിന്റെ വാല്യൂ എന്താണ്? ₹10. വേറൊരാള് 1,00,000 രൂപ വിലയുള്ള ഒരു മോണ്ട് ബ്ലാങ്കിന്റെ പേന മറ്റൊരാളിൽ നിന്ന് മോഷ്ടിക്കുന്നു. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ മുട്ടായിയാണ്, ടോഫിയാണ്. ഇവിടെ എന്താണ് വരുന്നത്? ഇവിടെ പെന്നാണ്, മോണ്ട് ബ്ലാങ്കിന്റെ പെന്നാണ്. അങ്ങനെ രണ്ട് സാധനങ്ങൾ രണ്ടുപേര് മോഷ്ടിക്കുകയാണ്. ഇടേ പോയിന്റ് കിട്ടിയോടെ? അപ്പൊ എന്റെ ചോദ്യം, ഇതില് രണ്ടുപേരും ചെയ്തിരിക്കുന്നത് എന്താണ്? ഒരാള് നൈസായിട്ട് എന്ത് ചെയ്യുന്നു? കടയിൽ പോകുന്നു. കടയിൽ പോയിട്ട് എന്ത് ചെയ്യുന്നു? സാധനങ്ങൾ എടുക്കുന്ന കൂട്ടത്തില് കടക്കാരൻ അറിയാതെ മുട്ടായി എടുത്ത് പോക്കറ്റിൽ ഇടുന്നു. എന്താണ് ചെയ്യുന്നത്? കടക്കാരൻ അറിയാതെ മുട്ടായി എടുത്ത് പോക്കറ്റിൽ ഇടുന്നു. വേറൊരാൾ എന്ത് ചെയ്യുന്നു? ഈ മോണ്ട് ബ്ലാങ്കിന്റെ പേന വെക്കുന്ന കടയിൽ പോകുന്നു. അവിടെ എല്ലാ പേനകളും ഒക്കെ ഇങ്ങനെ നോക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യാണ്? കടക്കാരൻ അറിയാതെ മോണ്ട് ബ്ലാങ്കിന്റെ പേന എടുത്ത് പോക്കറ്റിൽ ഇടുന്നു. അപ്പൊ ഇവിടെ ചോദ്യം, ഒരെണ്ണം 10 രൂപയുടേതാണ്, മറ്റൊരെണ്ണം 1,00,000 രൂപയുടേതാണ്. 10, 100, 1000, 10,000, ലക്ഷം. ഒരെണ്ണം 10 രൂപയുടേതാണ്, മറ്റൊരെണ്ണം 1,00,000 രൂപയുടേതാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇതിന് രണ്ടിനും വെവ്വേറെ ശിക്ഷയാണോ? അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും. അയ്യോ, അതിന്റെ പ്രോപ്പർട്ടിയുടെ വാല്യൂ കൂടുതലാണല്ലോ, പ്രോപ്പർട്ടിയുടെ, അതായത് മൂവബിൾ പ്രോപ്പർട്ടിയുടെ വാല്യൂ കൂടുതലാണല്ലോ, അപ്പൊ അതുകൊണ്ട് ശിക്ഷ കൂടുതലായിരിക്കും. അല്ല, അങ്ങനെ ഒരു കോൺസെപ്റ്റേ വേണ്ട. ഇവിടെ എന്താണ്? ആ ആക്ടിന്റെ ഗ്രാവിറ്റിയാണ് നോക്കുക. ഒഫൻസസ് അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി നമ്മൾ കണക്കാക്കുമ്പോൾ അവിടെ നമ്മൾ നോക്കുന്നത് എന്താണ്? ഗ്രാവിറ്റി ഓഫ് ദി ആക്ട്. യെസ്. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം എന്റെ കയ്യില് എന്ന് പറയുന്ന എന്റെ കയ്യില് ഒരു 3 സോവറിൻസിന്റെ അല്ലെങ്കിൽ ഒരു 3 പവന്റെ
നല്ലൊരു മാലയുണ്ട്, നല്ല വെട്ടിത്തിളങ്ങുന്ന നല്ല രസമുള്ള ഒരു 3 പവന്റെ മാല എന്റെ കയ്യിലുണ്ട്. എന്റെ കഴുത്തേൽ അത് കിടക്കുക. ഇങ്ങനെ ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ കുളിക്കാൻ പോകുന്ന സമയത്ത് അത് ഊരി എന്റെ മേശപ്പുറത്ത് വെച്ചു. കിട്ടിയോടെ പോയിന്റ് കിട്ടിയോടെ? ഞാൻ കുളിക്കാൻ പോകുന്ന സമയത്ത് എന്ത് ചെയ്തു, അത് ഊരി എന്റെ മേശപ്പുറത്ത് വെച്ചു. എന്നിട്ട് ഞാൻ പോയി കുളിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം ഈ മാല എടുത്ത് കഴുത്തേലിടാൻ മറന്നുപോയി. ഓക്കെ, ഈ മാല എടുത്ത് കഴുത്തേലിടാൻ ഞാൻ മറന്നുപോയി. പോയിന്റ് കിട്ടിയോ? ഞാൻ എന്ത് ചെയ്തു, ഞാൻ പിന്നെ എന്റെ നോർമൽ കോഴ്സിലേക്കൊക്കെ പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, അയ്യോടാ ഞാൻ മാല ഇട്ടില്ലല്ലോ. തിരിച്ചു വന്ന് വെച്ചെടുത്ത് നോക്കുമ്പോ മാല കാണാനില്ല. ഏതോ ഒരു ബിരുദൻ എന്ത് ചെയ്തു, ആ മാല അടിച്ചുകൊണ്ട് പോയി. അപ്പം അതെന്താണ്? അത് സിമ്പിൾ തെഫ്റ്റ് ആണ്. അത് സിമ്പിൾ തെഫ്റ്റ് അല്ലെങ്കിൽ നോർമൽ തെഫ്റ്റ് എന്ന് പറയും. ഡിസോണസ്റ്റ്ലി എന്ത് ചെയ്യാണ്, ആ വ്യക്തി ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റിയുടെ അല്ലെങ്കിൽ പർട്ടിക്കുലർ മൂവബിൾ പ്രോപ്പർട്ടിയുടെ പൊസഷൻ സ്വന്തമാക്കുന്നു. അത് തെഫ്റ്റ് ആണ്. യെസ്, മനസ്സിലായോ? അത് സിമ്പിൾ തെഫ്റ്റ് ആണ്. ഇനി അതിന് എനിക്കൊരു ശിക്ഷ ഉണ്ട്. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി അത് 2 years ഇംപ്രിസൺമെന്റ്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ശിക്ഷയും ഫൈനും താഴോട്ട് വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഞാൻ ഉദാഹരണത്തിന് അല്ലെങ്കിൽ ഒരു എളുപ്പത്തിന് വേണ്ടി പറയുകയാണ്, അത് 2 years ഓഫ് ഇംപ്രിസൺമെന്റ് ആണ്. ഞാൻ ഇതേ 3 പവന്റെ അടുത്ത കേസാണ്. ഞാൻ ഇതേ 3 പവന്റെ മാലയും കഴുത്തിലിട്ടുകൊണ്ട്, ഓക്കെ, മാലയൊക്കെ ഞാൻ എടുത്ത ജുബ്ബായുടെ പുറത്ത് എന്ത് ചെയ്യാണ്, ഈ മാലയൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ എന്ത് ചെയ്യാണ്, ഇങ്ങനെ നടക്കുകയാണ്, നാട്ടിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ ബൈക്കേ വന്ന 2 പേര് ആ മാല എന്റെ കഴുത്തിൽ നിന്ന് വലിച്ചു പൊട്ടിച്ചുകൊണ്ട് പോകുന്നു. അപ്പോഴും മാലയുടെ വിലയിൽ മാറ്റം വന്നിട്ടില്ല. എത്രയാണ്? ജസ്റ്റ് 3 sovereigns. ഈ തെഫ്റ്റിന് വിധേയമായിട്ടുള്ള മാല എത്രയാണോ അത് തന്നെയാണ് ഇപ്പോഴും എന്റെ മാല. അപ്പൊ എത്രയാണ്? അതും 3 പവൻ. പക്ഷെ അപ്പം ഒഫൻസ് എന്തായിട്ട് മാറി? ഒഫൻസ് സ്നാച്ചിങ് ആയിട്ട് മാറി. ഓക്കെ, ഒഫൻസ് സ്നാച്ചിങ് ആയിട്ട് മാറി. യെസ്. ഇനി അത് കഴിഞ്ഞിട്ട് സപ്പോസ് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, അത് കഴിഞ്ഞിട്ട് ഇത് എന്ത് ചെയ്യുന്നു, ഞാൻ ഈ മാലയും ഒക്കെ ആയിട്ട് പോകുന്നു, അല്ലെങ്കിൽ സ്നാച്ചിങ്ങിന്റെ കേസും കഴിഞ്ഞു. ഞാൻ ഈ മാലയുമായിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പൊ അങ്ങനെ പോകുന്നതിന്റെ സമയത്ത് ഒരാൾ എന്നെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് താടാ നിന്റെ മാല ഇവിടെ എന്ന് പറയുകയാണ്. ഇവിടെ താടാ നിന്റെ മാല, ഇല്ലെങ്കിൽ നിന്നിപ്പോ കുത്തി മലത്തുമെന്ന് പറയുകയാണ്. അപ്പൊ അതെന്തായി? അത് റോബറി ആയി. ഓക്കെ, അപ്പൊ അതെന്തായി? അത് റോബറി ആയി. ഇനി ഞാൻ ഇതേ മാല അല്ലെങ്കിൽ ഇതേ ഈ റോബറി ചെയ്യുന്നത് 5 അതിലധികം ആളുകളോ ആണ് എങ്കിൽ അത് ഡക്കോയിറ്റ് ആയി. 5 അതിലധികം ആളുകളാണ് റോബറി ചെയ്യുന്നത് എങ്കിൽ അത് ഡക്കോയിറ്റ് ആയി. അപ്പോഴും എന്താണ് ഈ സബ്ജക്റ്റ് മാറ്റർ എന്ത് തന്നെയാണ്? this chain weighing 3 sovereigns. This chain weighing 3 sovereigns. അപ്പോഴും എന്ത് തന്നെയാണ്? ഈ 3 പവൻ വെയിറ്റ് ഉള്ള മാല തന്നെയാണ് ഈ പറയുന്ന മോഷണത്തിന് വിധേയമായിട്ടുള്ളത്, അല്ലെങ്കിൽ എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുള്ളത്, അതിന്റെ ലോഫുൾ ഓണറിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ 3 പവന്റെ മാല തന്നെയാണ്. യെസ്, എടേ പോയിന്റ് കിട്ടിയോടെ? എടേ സെറ്റ് ആണോടെ? എടേ പറയടേ, പക്കാ സെറ്റ് ആണോടെ? സംശയമൊന്നുമില്ലല്ലോടെ? യെസ്. അപ്പം ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഗ്രാഹ്യം ഉണ്ടായിരിക്കണം. ഇവിടെ ആ വസ്തുവിന്റെ മൂല്യമല്ല, മറിച്ച് അതെങ്ങനെയാണ് അൺലോഫുള്ളി അതിന്റെ പൊസഷൻ മാറുന്നത്. ഓക്കെ, ഹൗ മച്ച് അൺലോഫുൾ is the possession of the chain. How much unlawful is the possession of the chain? ഈ ചെയിൻ കഴുത്തിലിട്ടിരിക്കുന്ന ഈ ചെയിന് നമ്മുടെ പൊസഷനിൽ നിന്ന് നഷ്ടമാകുന്നത് എന്തുമാത്രം അൺലോഫുൾ ആയിട്ടാണ് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്,
ഈ ഒരു ഒഫൻസിന്റെ ഗ്രാവിറ്റി തീരുമാനിക്കുന്നത്. സോ നമ്മൾ എന്തിലേക്ക് പോവുകയാണ്? തെഫ്റ്റിലേക്ക് പോവുകയാണ്. തെഫ്റ്റിലേക്ക് പോവുകയാണ്. യെസ്, പോയിന്റ് കിട്ടിയോ? യെസ്. അപ്പൊ ആദ്യത്തേത് വരെയാണ് whoever intending to take dishonestly. അപ്പൊ അവിടെ വാക്ക് വന്നു, ആദ്യത്തെ വാക്ക് വന്നത് എന്താണ്? ഡിസ്ഹോണസ്റ്റ്ലി. രണ്ടാമത്തെ വാക്ക് വരികയാണ് എനി മൂവബിൾ പ്രോപ്പർട്ടി. അപ്പൊ അവിടെ എന്താണ്? തെഫ്റ്റിന്റെ രണ്ട് കണ്ടീഷൻ ഇപ്പൊ നമ്മൾ പറഞ്ഞു. തെഫ്റ്റ് ആവണമെങ്കിൽ അവിടെ രണ്ട് കണ്ടീഷൻ ഉണ്ടായിരിക്കണം. ഒന്ന് ഡിസ്ഹോണസ്റ്റ്ലി ആയിരിക്കണം, രണ്ടാമത്തെ എന്താണ്? മൂവബിൾ പ്രോപ്പർട്ടി ആയിരിക്കണം. മൂവബിൾ പ്രോപ്പർട്ടി. ഔട്ട് ഓഫ് ദി പൊസഷൻ എന്ത് ചെയ്യണം? ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഔട്ട് ഓഫ് ദി പൊസഷൻ of any person without that person's consent moves that property in order to such taking is said to commit theft. അപ്പൊ എന്താണ്? അത്തരത്തിലുള്ള ഡിസ്ഹോണസ്റ്റ്ലി ആയിട്ട് ഒരു മൂവബിൾ പ്രോപ്പർട്ടി അതിന്റെ ഓണറുടെ കയ്യിൽ നിന്ന്, അതിന്റെ ലോഫുൾ ഓണറുടെ കയ്യിൽ നിന്ന് കൺസെന്റ് ഇല്ലാതെ പൊസഷൻ മാറ്റുകയാണ് എങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുക? തെഫ്റ്റ് എന്ന് പറയുക. അതിനെയാണ് നമ്മൾ തെഫ്റ്റ് എന്ന് പറയുക. യെസ്, കിട്ടിയോ? യെസ്. As long as it is attached to earth, it is not being movable property, is not subject to theft, but it becomes capable of being subject to theft as soon as it is served from earth. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയുകയാണ്. എനക്കൊരു 10 ഏക്കർ പുരയിടമുണ്ട്. അപ്പൊ ഈ 10 ഏക്കർ പുരയിടത്തിന്റെ അതിര് ചേർത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കുറെ തേക്ക് മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതിര് ചേർത്ത് കുറെ തേക്ക് മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു 3-4 വർഷം, ഒരു 30-40 വർഷം കഴിയുമ്പം എന്താണ്? നല്ല വണ്ണമൊക്കെ ആയി, നല്ല എന്താണ് എമ്പടി പൈസ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ എന്ത് ചെയ്തത്? ഈ തേക്ക് മരങ്ങൾ മുഴുവൻ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഈ തേക്ക് മരങ്ങള് ഇത് മൂവബിൾ പ്രോപ്പർട്ടി ആണോ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണോ? മൂവബിൾ പ്രോപ്പർട്ടി ആണോ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണോ? യെസ്, പറയൂ. ആസ് ലോങ് ആസ് ദേ ആർ അറ്റാച്ച്ഡ് ടു ദി എർത്ത്. മരത്തിന് എന്തുണ്ട്? നല്ല വേരുകളൊക്കെ ഉണ്ട്. ഓക്കെ, മരത്തിന് എന്തുണ്ട്? നല്ല വേരുകളൊക്കെ ഉണ്ട്. അപ്പൊ ഈ വേരുകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ they are attached to the earth. Since they are attached to the earth, they are immovable. They are immovable. എർത്തുമായി അറ്റാച്ച് ചെയ്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് എന്താണ്? അത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. എർത്തുമായി അതിനെ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. എന്നാൽ ഒരു കൂട്ടം ആളുകൾ വന്നിട്ട്, കുറച്ച് കുരുത്തം കെട്ടവന്മാർ വന്നിട്ട് എന്ത് ചെയ്യുകയാണ്? ഈ തടി അങ്ങോട്ട് വെട്ടുകയാണ്. രാത്രി വന്നിട്ട് എന്ത് ചെയ്യാണ്? എന്റെ പറമ്പിലെ തടി അങ്ങോട്ട് വെട്ടിയിട്ട് അതുകൊണ്ട് ഇവര് പോയി. അപ്പൊ അതെന്ത് സംഭവിച്ചു? അപ്പൊ അത് ഇമ്മൂവബിൾ ആയി. അപ്പൊ അത് മൂവബിൾ ആയി. പോയിന്റ് മനസ്സിലായോടെ? മൂവബിളും ഇമ്മൂവബിളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോടെ? ഇപ്പൊ ഞാൻ വേറൊരു ഉദാഹരണം പറയാം. എനക്കൊരു വീടുണ്ട്, നല്ല വലിയൊരു വീടുണ്ട്. അപ്പൊ ഈ വീട്ടിലെ ഗ്യാസ് സ്റ്റവ് നല്ല വില കൊടുത്ത് മേടിച്ച നല്ല ഗ്ലാസ് ടോപ്പ് ഒക്കെ ഇട്ട് നല്ല പൂവൊക്കെ വിരിയുന്ന നല്ല ഫോട്ടോ ഒക്കെ ഉള്ള നല്ല ഒന്നാന്തരം ഒരു ഗ്യാസ് സ്റ്റവ് ആണ് വീട്ടിലുള്ളത്. അപ്പൊ ഒരു ദിവസം എന്ത് ചെയ്യാണ്? ഏതോ ഒരുത്തൻ വന്നിട്ട് ഈ ഗ്യാസ് സ്റ്റവ് അടിച്ചോണ്ട് പോയി. ഇത് മൂവബിൾ ആണോ ഇമ്മൂവബിൾ ആണോ? അത് മൂവബിൾ ആണോ ഇമ്മൂവബിൾ ആണോ? സംശയമൊന്നും വേണ്ട, അത് മൂവബിൾ ആണ്. ഓക്കെ, അത് മൂവബിൾ ആണ്. അത് ആ ഒബ്ജക്റ്റ് നമ്മൾ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ കമ്മോഡിറ്റി അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ തിങ് എന്താണ്? അതൊരു മൂവബിൾ പ്രോപ്പർട്ടി ആണ്. ഇനി നമ്മൾ അടുത്തതിലേക്ക് വരുന്നത്, ഇവിടെ എന്തുണ്ടായിരുന്നു? നമ്മൾ വീടിന്റെ സിറ്റ് ഔട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരു ഫാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല കാറ്റൊക്കെ തരുന്ന 4 പങ്കയുള്ള ഒരു വലിയ ഫാനൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഫാൻ എന്താക്കുന്നത്?
ഈ ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ രാത്രിയിൽ ഈ ഫാൻ ഓഫ് ആക്കിയിട്ട് പോയി കിടന്നുറങ്ങുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് എന്താക്കുന്നു, ഈ ഫാന് കട്ടുകൊണ്ട് പോകുന്നു. എസ്ഡേ പോയിന്റ് കിട്ടിയോടെ? ഒരാൾ വന്നിട്ട് എന്താക്കുന്നു, ഈ ഫാന് കട്ടുകൊണ്ട് പോകുന്നു. അപ്പൊ ചോദ്യം ഇതാണ്, അത് മൂവബിൾ ആണോ ഇമ്മൂവബിൾ ആണോ? സംശയം വേണ്ട, ഫാൻ മൂവബിൾ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, ഞാനും എന്റെ ഫാമിലിയും ഒക്കെ ഒരു ടൂറ് പോയിരിക്കുകയായിരുന്നു. ആ ടൂറ് പോയിരുന്ന സമയത്ത്, ഓക്കെ, ഞാനും ഫാമിലിയും ടൂറിലായിരുന്ന സമയത്ത് ഒരുത്തൻ വന്നിട്ട് എന്താക്കുന്നു, ഒരുത്തൻ വന്നിട്ട് എന്റെ വീടിന്റെ ഫ്രണ്ട് ഡോറ് നല്ല ഒന്നാന്തരം തേക്കിൽ പണിത, നല്ല വില കൂടിയ നിലമ്പൂർ തേക്കിൽ നല്ല കൊത്തുപണികളോട്, 2 ആനക്കൊമ്പൊക്കെ, ആനക്കൊമ്പിന്റെ മറ്റേ മാതൃകയിലൊക്കെ കൊത്തിവെച്ച്, അല്ല എന്താണ് മറ്റേ ഈ സാധനമൊക്കെ വെച്ച്, തുമ്പിക്കൈയൊക്കെ വരുന്നു, അങ്ങനെ വരുന്നു, ഇങ്ങനെ വരുന്നു, വലിയ പടിവാതിൽ പോലെയൊക്കെ വെച്ച് നല്ല വിലയുള്ള ഒരു ഫ്രണ്ട് ഡോർ ഉണ്ടായിരുന്നു. ആ ഫ്രണ്ട് ഡോറ് കട്ടുകൊണ്ടുപോയി. എടേ ചോദ്യം മനസ്സിലാക്കണേ. എടേ എന്താക്കി? ആ ഫ്രണ്ട് ഡോറ് കട്ടുകൊണ്ടുപോയി. അപ്പൊ ചോദ്യം വരുന്നത്, ഈ ഫ്രണ്ട് ഡോറ് മൂവബിൾ ആണോ ഇമ്മൂവബിൾ ആണോ? മൂവബിൾ ആണോ ഇമ്മൂവബിൾ ആണോ? ഒരു സംശയവും വേണ്ട, ഒരു സംശയവും വേണ്ട, ഫ്രണ്ട് ഡോറ് ഇമ്മൂവബിൾ ആണ്. അപ്പൊ അതെങ്ങനെയാ? ഇതെല്ലാം എർത്തുമായിട്ട് അല്ലെങ്കിൽ വീടുമായി അറ്റാച്ച് ചെയ്ത് വരുന്ന സാധനങ്ങളാണ്. ഫാൻ വീടുമായിട്ട് അറ്റാച്ച് ചെയ്തിരുന്നു, സ്റ്റൗവ് വീടുമായിട്ട് അറ്റാച്ച് ചെയ്തിരുന്നു, AC എയർ കണ്ടീഷൻ, ഇപ്പൊ എന്റെ വീട്ടിലെ AC മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണ്, എയർ കണ്ടീഷൻ മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണ്, അത് വീടുമായി അറ്റാച്ച് ചെയ്തിരുന്നു. അങ്ങനെ 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 എല്ലാം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, വീടുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അതെടുത്തപ്പോഴെല്ലാം അതിനെ നമ്മൾ മൂവബിൾ ആയിട്ട് പരിഗണിക്കുകയും അതിനെയെല്ലാം നമ്മൾ മൂവബിൾ ആയിട്ട് പരിഗണിക്കുകയും, എന്നാൽ ഫ്രണ്ട് ഡോർ വന്നപ്പോൾ അതിനെ നമ്മൾ ഇമ്മൂവബിൾ ആയി പരിഗണിക്കുകയും ചെയ്തു. അതെന്തുകൊണ്ടാണ് എന്നാണ് എന്റെ ചോദ്യം. എന്റെ ചോദ്യത്തിന്റെ ഉദ്ദേശശുദ്ധി നിങ്ങൾക്ക് കിട്ടിയോ? എന്റെ ചോദ്യം എന്താണെന്ന് കിട്ടിയോ? അത് പക്കാ സെറ്റ് അല്ലേ? അത് പക്കാ സെറ്റ് അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് ഫ്രണ്ട് ഡോറിന്റെ അത് മാത്രം ഇമ്മൂവബിൾ ആയത്? കാരണം അതിനൊറ്റ കാരണമേ ഉള്ളൂ. കാരണം പർപ്പസ് ഓഫ് അറ്റാച്ച്മെന്റ് നോക്കും. എന്താണ് നോക്കുക? പർപ്പസ് ഓഫ് അറ്റാച്ച്മെന്റ്. എന്താണ് ഈ പർപ്പസ് ഓഫ് അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ട് ഡു യു മീൻ ബൈ ദിസ് പർപ്പസ് ഓഫ് അറ്റാച്ച്മെന്റ്? എന്താവശ്യത്തിനാണ് ഈ സാധനം അതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? അത് റിമൂവ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണോ, അതോ ഒരു പെർമനന്റ്ലി സ്റ്റാൻഡ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിട്ടാണോ എന്നാണ് നമ്മൾ നോക്കുക. അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, അല്ല അത് പെർമനന്റ്ലി അവിടെ നിൽക്കുക എന്ന ഉദ്ദേശത്തിലാണോ അത് ചെയ്യുന്നത് എന്ന് നമ്മൾ നോക്കും. സോ ഇവിടെ എന്താണ്, നമ്മൾ ഫ്രണ്ട് ഡോറിനെ നോക്കുമ്പോൾ എന്താണ് അത്? വിത്ത് ദ ഒബ്ജക്റ്റീവ് ഓഫ് a permanent structure. പെർമനന്റ് സ്ട്രക്ചർ ആയിരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ആ സാധനം നമ്മൾ അവിടെ അടിച്ചേൽപ്പിച്ചല്ല അല്ലെ അടിച്ച് സ്ഥാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ്, പർപ്പസ് ഓഫ് ദി അറ്റാച്ച്മെന്റ് പെർമനന്റ് ആയതുകൊണ്ട് തന്നെ അത് ഇമ്മൂവബിൾ ആയിട്ടാണ് കണക്കാക്കുക. എടേ പോയിന്റ് കിട്ടിയോടെ? സെറ്റല്ലേ? സംശയമൊന്നുമില്ലല്ലോ? പക്കാ സെറ്റല്ലേ? യെസ്. അപ്പൊ തെഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? മൂവബിൾ പ്രോപ്പർട്ടി ആയിരിക്കണം. അതിൽ എന്താണ്, ഭൂമിയുമായി അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന സാധനങ്ങളെ കട്ട് ചെയ്തുകൊണ്ട് അതിനെ ഇമ്മൂവബിൾ ആക്കാമെങ്കിൽ അതും അതിന്റെ പരിധിയിൽ വരും. ഓക്കെ, എ മൂവ് എഫക്റ്റഡ് ബൈ ദ സെയിം ആക്ട് വിത്ത് എഫക്ട്സ്. ഓക്കെ, അത് വിട്ടേക്കും. യെസ്, അപ്പൊ ഇതാണ് സംഭവം. യെസ്, ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യം. യെസ്, എ കട്ട് ഡൗൺ ട്രീ ഓൺ Z's ground with the intention of dishonestly taking the tree out of Z's position without Z's consent. ഇവിടെ ട്രീ നമ്മൾ എന്താണ് കട്ട് ചെയ്തില്ലായിരുന്നുവെങ്കിൽ
ഓക്കെ, കട്ട് ചെയ്തില്ലായിരുന്നുവെങ്കിൽ എന്താണ്, അത് ഇമ്മൂവബിൾ ആയിരുന്നു. പക്ഷെ സിൻസ് അത് കട്ട് ചെയ്തത് കൊണ്ട് അത് എന്താക്കി, അത് മൂവബിൾ പ്രോപ്പർട്ടി ആയി. അതുകൊണ്ട് തന്നെ അത് എന്തിന്റെ പരിധിയിൽ വരും, തെഫ്റ്റിന്റെ പരിധിയിൽ വരും. അതുകൊണ്ട് തന്നെ അത് തെഫ്റ്റിന്റെ പരിധിയിൽ വരും. ഓർത്ത് വെക്കണേ, ഓർത്ത് വെക്കണേ. അപ്പൊ അത് സെറ്റ് അല്ലേ? യെസ്. അത് എങ്ങനെയാകാം. ഇപ്പൊ എന്താണ്, എ പുട്സ് ബെയ്റ്റ്, അത് പല തരത്തിലാകാം കേട്ടോ, പല തരത്തിലാ തെഫ്റ്റ്. ഇപ്പൊ ഒരു പട്ടിയെ, ഇതൊരു മൂവബിൾ ഒബ്ജക്ട് എന്ന് പറയുമ്പോൾ ലിവിങ് ഓർഗാനിസംസും വിടുവേ, ലിവിങ് ഓർഗാനിസംസ്. ഇപ്പൊ എന്താന്ന്, എന്റെ വീട്ടില് വില കൂടിയ ഒരു നായയുണ്ട്, എന്റെ വീട്ടിൽ വളരെ വില കൂടിയ ഒരു നായയുണ്ട്. അപ്പൊ എന്താന്ന്, ഈ നായ ഇറച്ചി വലിയ ഇഷ്ടമാണ് ഈ നായക്ക്. ഓക്കെ, ഈ പട്ടിക്ക് ഇറച്ചി വലിയ ഇഷ്ടമാണ്. അപ്പൊ നമ്മളിങ്ങനെ എറിഞ്ഞെറിഞ്ഞ് കൊടുക്കുമ്പം പട്ടി എന്ത് ചെയ്യും, ഇറച്ചി കഴിങ്ങനെ പോകും. അപ്പൊ ഒരു വിരുദ്ധൻ എന്ത് ചെയ്യാണ്, അദ്ദേഹം കുറച്ച് ഇറച്ചിയൊക്കെ മേടിച്ച് നല്ല നമ്മുടെ ബീഫ് കടയിൽ നിന്ന് നല്ല ഇറച്ചി കുറച്ച് വാങ്ങിയിട്ട് എന്ത് ചെയ്യാണ്, ഈ ഇറച്ചി ഇട്ടിട്ടിട്ടിട്ട് പട്ടിയെ നമ്മുടെ വീടിന്റെ പെർമിസസിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് അതിനെ ഒരു ചാക്കിലിട്ട് തൂക്കി കൊണ്ടുപോവുകയാണ്. ചാക്ക് കൊണ്ട് വട്ടം പിടിച്ച് അതിനെ കൊണ്ടുപോവുകയാണ്. അപ്പൊ അവിടെ എന്താണ് സംഭവിച്ചത്, അവിടെ തെഫ്റ്റ് ആണ് സംഭവിച്ചത്. യെസ്, പോയിന്റ് മനസ്സിലായോ? യെസ്, പോയിന്റ് മനസ്സിലായോ? യെസ്. ഇനി അടുത്തത് നോക്കൂ. അടുത്തത് അപ്പം തെഫ്റ്റ് കിട്ടി. ഓക്കെ, തെഫ്റ്റിനെ കുറിച്ച് ഈ ബാരാക്കിൽ നോക്കുമ്പോൾ അതിന്റെ ജസ്റ്റ് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. യെസ്. ഇനി തെഫ്റ്റിന്റെ പണിഷ്മെന്റ് ഇവിടെ പറയുന്നുണ്ട്, അത് നോക്കൂ. Whoever commits theft shall be punished with imprisonment which may extend to 3 years. എന്താണ്? imprisonment up to 3 years. 3 വർഷം വരെ നീണ്ടു നിൽക്കുന്ന തടവ്, വിത്ത് ഫൈൻ, വിത്ത് ബോത്ത്. ഓക്കെ, അല്ലെങ്കിൽ എന്താണ്, ഒന്നെങ്കിൽ ഫൈൻ ഉണ്ടാവും, അതല്ലെങ്കിൽ ഫൈൻ ഇല്ലാതെ എങ്ങനെയെങ്കിലും ഒക്കെ എന്താണ്, ജയിലിൽ 3 വർഷം വരെ കിട്ടും. ഇത് ഫസ്റ്റ് കൺവിക്ഷൻ ആണ്. ഇത് ഫസ്റ്റ് കൺവിക്ഷന്റെ കേസാണ് ഞാൻ പറയുന്നത്. വാട്ട് അബൌട്ട് സബ്സിക്വന്റ് കൺവിക്ഷൻസ്? വാട്ട് അബൌട്ട് സബ്സിക്വന്റ് കൺവിക്ഷൻസ്? ഈ പണി ഒരു തുടർച്ചയാക്കുന്നു, ഇയാൾ വീണ്ടും 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 എന്താക്കുന്ന, ഈ പണി ചെയ്യുന്നു എങ്കിൽ, in case of second or subsequent conviction of any person, he shall be punished with a rigorous imprisonment for a term which shall not be less than 1 year, which may extend up to 5 years or with a fine. Okay. അപ്പൊ എന്താണ്, അപ്പം സബ്സിക്വന്റ് കൺവിക്ഷൻ ആണ് എങ്കിൽ, സെക്കൻഡ് കൺവിക്ഷൻ അല്ലെങ്കിൽ ഫർദർ കൺവിക്ഷൻ ആണ് എങ്കിൽ മിനിമം എന്തുണ്ട്, മിനിമം 1 year ഇംപ്രിസൺമെന്റ്. ഓക്കെ, മിനിമം 1 year ഇംപ്രിസൺമെന്റ് എന്താണ്, അച്ചിട്ടതാണ്. ദാറ്റ് മേ എക്സ്റ്റെൻഡ് അപ് ടു 5 years. അത് എത്ര വർഷം വരെ നിൽക്കും, അത് 5 വർഷം വരെ നിൽക്കും. ഓക്കെ, 1 വർഷം മുതൽ 5 വർഷം വരെ തടവ് കിട്ടും. യെസ്, പോയിന്റ് കിട്ടിയോടെ? പോയിന്റ് കിട്ടിയോടെ? സെറ്റ് അല്ലേ? അടുത്തത്, പ്രൊവൈഡഡ് ദാറ്റ് ഇൻ കേസ് ഓഫ് തെഫ്റ്റ്. അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ന്യൂ BNS ഉള്ള പ്രൊവിഷൻ ആണ്, IPC ഇല്ലാത്ത BNS ഉള്ള ഒരു പ്രൊവിഷൻ ആണ്. അതുകൊണ്ട് തന്നെ അത് ഇമ്പോർട്ടന്റ് ആണ്. യെസ്, പ്രൊവൈഡഡ് ദാറ്റ് ഇൻ കേസ് ദ തെഫ്റ്റ് വേർ ദ വാല്യൂ ഓഫ് ദി സ്റ്റോളൻ പ്രോപ്പർട്ടി ഈസ് ലെസ് ദാൻ 5,000 rupees. 5000 രൂപയിൽ താഴെയാണ് വാല്യൂ ഓഫ് ദി സ്റ്റോളൻ പ്രോപ്പർട്ടി എങ്കിൽ, എ പേഴ്സൺ കൺവിക്റ്റഡ് ഫോർ ദി ഫസ്റ്റ് ടൈം. ഓക്കെ, എന്താണ് ഫസ്റ്റ്? 2 കണ്ടീഷൻസ് ഉണ്ട്. ഒന്നെന്താണ്, വാല്യൂ ഓഫ് ദി പ്രോപ്പർട്ടി. വാല്യൂ ഓഫ് ദി പ്രോപ്പർട്ടി എത്രയാണ്, ലെസ് ദാൻ 5,000 rupees ആയിരിക്കണം. പിന്നെ രണ്ടാമത്തെ എന്താണ്, ഫസ്റ്റ് കൺവിക്ഷൻ ആയിരിക്കണം. ഫസ്റ്റ് കൺവിക്ഷൻ ആയിരിക്കണം. ഈ 2 കാര്യങ്ങളാണ് എങ്കിൽ, ഷാൽ അപ്പോൺ ദി റിസ്റ്റോറേഷൻ ഓഫ് ദി വാല്യൂ ഓഫ് പ്രോപ്പർട്ടി ഓർ റീസ്റ്റോറേഷൻ ഓഫ് ദി പ്രോപ്പർട്ടി. ഇപ്പൊ നമ്മളൊരു 4,900 രൂപ വില വരുന്ന എന്ത് ചെയ്യാന്ന്, എന്തെങ്കിലും ഒരു സാധനം മോട്ടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പം
ഇപ്പൊ സപ്പോസ് 4,900 രൂപ വരെ വരുന്ന ഒരു അര ഗ്രാം സ്വർണം പോലും കിട്ടുമല്ലോ. ഒരു 1/2 ഗ്രാമിന്റെ ഒരു മൂക്കുകുത്തി. ഓക്കെ, 4,900 രൂപ വരുന്ന ഈ മൂക്കയിലിടുന്ന സാധനം ഉണ്ടല്ലോ, നോസ്റ്റഡ്. 1/2 ഗ്രാമിന്റെ ഒരു മൂക്കുകുത്തി നമ്മൾ മോഷ്ടിച്ചു കൊണ്ട് പോവുകയാണ്. അപ്പൊ അങ്ങനെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് നമ്മൾ പിടിക്കപ്പെട്ടു. മോഷ്ടിച്ചുകൊണ്ട് പോകുമ്പോഴല്ല പിടിക്കപ്പെട്ടത്, സോറി, മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന നമ്മുടെ ഫസ്റ്റ് കൺവിക്ഷൻ ആണ്. മോഷ്ടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതൊരു കടയിൽ വിറ്റു. കടക്കാരൻ നോക്കുമ്പോൾ അയാൾ ഒരു മാല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അയാൾക്ക് ഒരു 1/2 ഗ്രാമിന്റെ കുറവുണ്ടായിരുന്നു. അയാൾ ഇതെടുത്ത് അതിൻ്റെ അകത്ത് ഉരുക്കി ചേർത്തു. ഓക്കെ, അയാൾ ഇതെടുത്ത് എന്ത് ചെയ്തു? അതിന്റെ അകത്ത് ഉരുക്കി ചേർത്തു. ആ സാധനം എന്ത് ചെയ്തു? ലോസ്റ്റ് അൺറിക്കവറബിളി. റിക്കവർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആ സാധനം നഷ്ടമായി പോയി. അപ്പൊ എന്ത് ചെയ്യാം? ഈ ഫസ്റ്റ് കൺവിക്ഷൻ ആയിരിക്കണം, വാല്യൂ ഓഫ് ദ കമോഡിറ്റി ലെസ് ദാൻ 5,000 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇനി റിക്കവർ ചെയ്യാൻ പറ്റുന്ന സാധനമാണെങ്കിൽ ആ സാധനം തിരിച്ചു കൊടുത്തുകൊണ്ടും, എന്താണ് റിക്കവർ ചെയ്യാൻ പറ്റുന്നതാണ് എങ്കിൽ ആ സാധനം തിരിച്ചു കൊടുത്തുകൊണ്ടും, ഇനി റിക്കവർ ചെയ്യാൻ പറ്റാത്തതാണ് എങ്കിൽ അതിന്റെ വാല്യൂ റീസ്റ്റോർ ചെയ്തുകൊണ്ടും, അതിന്റെ വാല്യൂ റീസ്റ്റോർ ചെയ്തുകൊണ്ടും എന്ത് ചെയ്യാം? പണിഷ്മെന്റ് കമ്മ്യൂണിറ്റി സർവീസ് ആയിട്ട് ചുരുക്കാം. അത് 2 കണ്ടീഷൻ ഉണ്ടൊന്ന് ഫസ്റ്റ് കൺവിക്ഷൻ ആയിരിക്കണം. രണ്ടാമത്തേത് എന്താണ്? വാല്യൂ ഓഫ് ദ കമോഡിറ്റി ലെസ് ദാൻ 5,000 ആയിരിക്കണം. മൂന്നാമതായിട്ട് വേണമെങ്കിൽ പറയാവുന്ന ഒരു കാര്യം എന്താണ്? റിസ്റ്റോറേഷൻ ഓഫ് ദി കമോഡിറ്റി അവിടെ ചെയ്തിരിക്കണം. യെസ്, പോയിന്റ് കിട്ടിയോ? യെസ്, ഇത്രയും പോയിന്റുകൾ കിട്ടിയോ? യെസ്, എന്നാ അടുത്തത് പിടിച്ചോട്ടെ. അടുത്തത് സ്നാച്ചിങ്, തട്ടിപ്പറിക്കുക. ഓക്കെ, സ്നാച്ചിങ്, തട്ടിപ്പറിക്കുക. സെക്ഷൻ 304 BNS-ലെ 304 വകുപ്പാണ് എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? സ്നാച്ചിങ്ങിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. Theft is snatching. If in order to commit theft, the offender suddenly or quickly or forcibly seizes or secures or grabs or take away from any person or from his possession any movable property. ഒരു വ്യക്തിയുടെ let it be A, B or C അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പൊസഷനിൽ ഉണ്ടായിരുന്ന ഒരു മൂവബിൾ ഒബ്ജക്ട്, let it be a chain അല്ലെങ്കിൽ ഒരു ഫോൺ. നമ്മൾ ഡൽഹിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അറിയാം, ഫോണ് നമ്മളിങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ട് പോകുമായിരിക്കും, പുറകിൽ നിന്ന് ഒരു ബൈക്കിൽ വരുന്നു, ഫോണ് പോയി, ഫോൺ നമ്മളെ കയ്യിൽ നിന്ന് പോയി. സോ അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പം നമ്മുടെ ലോഫുൾ പൊസഷനിൽ ഉള്ള ഒരു വസ്തു അതെന്ത് ചെയ്യാണ്? സഡൻലി അല്ലെങ്കിൽ ക്വിക്കലി, ഫോഴ്സ്ഫുള്ളി എന്ത് ചെയ്യാണ്? പിടിച്ചു പറിച്ചു കൊണ്ടുപോവുകയാണ്. സെക്വേഴ്സ് ഓർ ഗ്രാബ്സ് ഓർ ടേക്ക് അവേ ഫ്രം ദി ലോഫുൾ പൊസഷൻ ഓഫ് എ പേഴ്സൺ. അതാണ് സെക്ഷൻ 304 വരുന്ന സ്നാച്ചിങ്. ഓക്കെ, പോയിന്റ് കിട്ടിയോ? ഇനി സ്നാച്ചിങ് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള ശിക്ഷ എന്തരുടെ? അത് സെക്ഷൻ 304 2 പറയുന്നുണ്ട്, പണിഷ്മെന്റ് ഫോർ സ്നാച്ചിങ്. സെക്ഷൻ 304 2 പറയുന്നുണ്ട് പണിഷ്മെന്റ് ഫോർ സ്നാച്ചിങ്. എന്താണ് പണിഷ്മെന്റ് ഫോർ സ്നാച്ചിങ്? ഒന്നും പേടിക്കണ്ട, ഇംപ്രിസൺമെന്റ് അപ് ടു 3 years. എന്താണ് ഇംപ്രിസൺമെന്റ് അപ് ടു 3 years? 3 വർഷം വരെ നമുക്ക് എന്ത് കിട്ടും? തടവ് കിട്ടും, സ്നാച്ചിങ്. അപ്പൊ സെക്ഷൻ 303 എന്താണ്? BNS-ന്റെ സെക്ഷൻ 303 BNS-ന്റെ എന്താണ്? തെഫ്റ്റ്. സെക്ഷൻ 304 എന്താണ്? സ്നാച്ചിങ്. സ്നാച്ചിങ്. അടുത്തത് സെക്ഷൻ 305 പിടിക്കുക. എന്താണ് സെക്ഷൻ 305 പറയുന്നത് എന്ന് നമ്മളൊന്ന് നോക്കുക. എന്താണ് സെക്ഷൻ 305 പറയുന്നത്? എന്താണ് സെക്ഷൻ 305 പറയുന്നത്? Theft in a dwelling place or in a means of transport or in a place or worship. ഓക്കെ, വീട്ടിൽ കയറി അല്ലെങ്കിൽ ഓടുന്ന ബസ്സിൽ നിന്ന്, അതല്ലെങ്കിൽ ട്രെയിനിൽ നിന്ന്, അതല്ലെങ്കിൽ അമ്പലത്തിൽ നിന്ന്. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യുകയാണ്? ഏതെങ്കിലും ഒരു പ്ലേസിൽ നിന്ന് തെഫ്റ്റ് നടക്കാൻ പാടില്ലാത്ത, ഓക്കെ, നമ്മളിപ്പോ ഒരു ഓപ്പൺ സ്ഥലത്ത് നിന്ന് തെഫ്റ്റ് നടക്കുന്ന പോലെയല്ല. നമുക്കിപ്പോ ഈ അമ്പലങ്ങളാണെങ്കിലും മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ആണെങ്കിലും സ്വന്തം വീടാണെങ്കിലും ഒക്കെ എന്താണ്? സെൻസ് ഓഫ് സെക്യൂരിറ്റി കൂടുതലാണ്.
ഓക്കെ, നമ്മളവിടെ സേഫ് ആണ് എന്നുള്ള ഒരു ചിന്ത നമുക്ക് എന്താണ് കൂടുതലാണ്. സോ അതാണ് നമുക്ക് എവിടെ വരുന്നത്, സെക്ഷൻ 305 വരുന്നത്. അപ്പം whoever commits theft, okay, whoever commits theft in any building, tent or vessel used for human dwelling or used for the custody of property, വല്ല ഗോഡൌണിൽ നിന്നും മോഷ്ടിക്കുകയാണ്, or any means of transport used for the transport of goods or passenger, train, ബസ്, ഓട്ടോറിക്ഷ, എല്ലാം വരുന്നത്. സി, of any article or goods for any means of transport used for the transport of goods or passengers. പിന്നെ എന്താണ്, ഓഫ് ഐഡിയൽ ഓർ ഐക്കൺ ഓഫ് എനി പ്ലേസസ് ഓഫ് വർഷിപ്പ്, എന്താണ്, വിഗ്രഹം, പൊന്നും കുരിശ് തുടങ്ങിയ സാധനങ്ങളൊക്കെ കട്ടുകൊണ്ട് പോവുക. ഓഫ് എനി പ്രോപ്പർട്ടി ഓഫ് ഗവൺമെന്റ് ഓർ ഓഫ് എ ലോക്കൽ അതോറിറ്റി. അപ്പം ഇത്തരത്തിൽ എന്താണ്, ഇത്തരത്തിലുള്ള ഗവൺമെന്റിന്റെ പൊസഷനിലുള്ളതോ അതല്ലെങ്കിൽ പ്രാദേശിക സർക്കാരിന്റെ പൊസഷനിലുള്ളതോ ആയ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി ഒക്കെ അടിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ വരുമ്പോ എന്താണ്, ഇംപ്രിസൺമെന്റ് which may extend up to 7 years. Imprisonment which may extend up to 7 years. 7 വർഷം വരെ നീണ്ടു നിൽക്കാവുന്ന അല്ലെങ്കിൽ 7 വർഷം വരെ നീണ്ടു നിൽക്കുന്ന ഉണ്ടതീനി മത്സരം. ഓക്കെ, ഉണ്ടതീറ്റ മത്സരത്തിലേക്ക് നമുക്ക് എന്ത് കിട്ടും, സൗജന്യ പാസ് കിട്ടും. മനസ്സിലായോ? യെസ്. അപ്പം സെക്ഷൻ 305 എന്ന് പറയുന്നത് എന്താണ്, theft committed in a place of dwelling, means of transport, place of worship, etc. Yes, കിട്ടിയോടെ? സെറ്റ് അല്ല? അപ്പൊ നമുക്ക് എന്ത് കിട്ടും, അപ് ടു 7 years ഓഫ് ഇംപ്രിസൺമെന്റ്. 7 വർഷം വരെ സെൻട്രൽ ജയിലിൽ ഉണ്ടതിന്നാം. ഇനി അടുത്തത് സെക്ഷൻ 306 ആണ്. സെക്ഷൻ 306 എന്നാണ് പറയുന്നത്, theft by clerk or servant of property in possession of master. ഇപ്പൊ എന്താണ്, എനക്ക് എന്തുണ്ട്, എനക്കൊരു PS ഉണ്ട് എന്ന് കരുത്, എന്റെ പേഴ്സണൽ സ്റ്റാഫ് ഉണ്ട്. ഓക്കെ, എന്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് എനിക്കൊരു പേഴ്സണൽ സ്റ്റാഫ് ഉണ്ട്. അപ്പം എനിക്ക് എന്ത് ചെയ്യാണ്, എന്നെ കാണാൻ ഒരാൾ വന്നപ്പോ അദ്ദേഹം എനിക്ക് വളരെ വില കൂടിയ ഒരു വാച്ച് സമ്മാനമായിട്ട് തരികയാണ്. ഓക്കെ, എന്നെ ഒരാൾ കാണാൻ വരുമ്പോൾ അദ്ദേഹം എനിക്ക് എന്ത് ചെയ്യുന്നു, വളരെ വില കൂടിയ, വളരെ വിലയേറിയ ഒരു വാച്ച് സമ്മാനമായിട്ട് തരുന്നു. അപ്പൊ അങ്ങനെ ഒരു വാച്ച് സമ്മാനമായിട്ട് തന്നപ്പോ ഞാൻ PS ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, എടേ ഇതാ ലോക്കറിൽ വെച്ച് അങ്ങ് പൂട്ടിയേരെന്ന്. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു, ഇദ്ദേഹം നോക്കുമ്പോ ആഹാ, നല്ല വെട്ടിത്തിളങ്ങുന്ന വാച്ച്, നല്ല സ്വർണ്ണ ബ്രേസ്ലെറ്റ്, കൊള്ളാം, സെറ്റ് സാധനം, ഇഷ്ടപ്പെട്ടു, എടുക്കുന്നു. അപ്പൊ എന്താണ്, നമ്മുടെ സർവീസിലുള്ള അല്ലെങ്കിൽ നമുക്ക് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരാള്, നമ്മുടെ സർവീസിലുള്ള ഒരാൾ എന്ത് ചെയ്യാണ്, നമ്മുടെ പ്രോപ്പർട്ടി എന്ത് ചെയ്യാണ്, ഡിസ്ഹോണസ്റ്റ്ലി പൊസസ് ചെയ്യുകയാണ്. നമ്മുടെ സർവീസിലുള്ള ഒരാൾ എന്ത് ചെയ്യാണ്, നമ്മുടെ പ്രോപ്പർട്ടി ഡിസ്ഹോണസ്റ്റ്ലി പൊസസ് ചെയ്യുകയാണ്. അതാണ് സെക്ഷൻ 306 പറയുന്നത്. നോക്കാം. Whoever being a clerk or servant or being employed in the capacity of a clerk or servant commits theft in respect of any property in the possession of his master or employer shall be punished with imprisonment with either description which may extend up to 7 years and shall also be liable for fine. അപ്പൊ എന്താണ്, ഇമാതിരി പണി കാണിച്ചാൽ, യജമാനന്റെ സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് കട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ എന്താണ്, an imprisonment which may extend up to 7 years. An imprisonment which may extend up to 7 years. 7 വർഷം വരെ നീണ്ടു നിൽക്കുന്ന നല്ല തടവ് കിട്ടും. കിട്ടിയോ? പോയിന്റ് കിട്ടിയോടെ? അടുത്തത്
സെക്ഷൻ 307 ആണ്. സെക്ഷൻ 307 എന്താണ് പറയുന്നത് നോക്കൂ. Theft after preparation is made for causing death, hurt or restrain in order to commit theft. ഓക്കെ, അതായത് എന്താണ്, നമ്മൾ തെഫ്റ്റ് ചെയ്യുമ്പോൾ ഭീഷണിപ്പെടുത്തുക, കൊല്ലുമെന്ന് അതായത് ഇപ്പൊ നമ്മളൊരു വീട്ടിൽ മോഷണം നടത്താൻ ചെല്ലുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരാളുടെ അടുത്ത് നിന്ന് ഒരു സാധനം ഡിസോണസ്റ്റ്ലി പൊസസ് ചെയ്യാനായിട്ട് ചെല്ലുമ്പോൾ ആ വ്യക്തി ഉടക്കിട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, അവനെ കൊന്നു കളയാമെന്നുള്ള ലൈനിൽ എന്ത് ചെയ്യാണ്, നമ്മൾ അവനെ കൊല്ലാൻ വേണ്ടിയുള്ള ആയുധങ്ങളൊക്കെ നമ്മൾ എടുത്ത് റെഡിയാക്കി വെക്കുന്നു. അതായത് എന്താണ്, പ്രിപ്പറേഷൻ ടു കോസ് ഡെത്ത് ഓർ ഹർട്ട് വൈൽ കമ്മിറ്റിംഗ് ആ തെഫ്റ്റ്. അതാണ് ഇവിടെ പറയുന്നത്. Whoever commits theft, having made preparations for causing death, hurt or restraint or fear of death or hurt or restraint to any person in order to committing of such theft. അതായത് എന്താണ്, ഇവിടെ ഇതൊന്നും ചെയ്യുന്നില്ല, പക്ഷെ എന്താണ്, അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നടത്തുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ്, ഷാൽ ബി പണിഷ്ഡ് വിത്ത് rigorous imprisonment for a term which may extend up to 10 years and shall also be liable for a fine. അപ്പൊ എന്താണ്, ഈ പറയുന്ന ആയുധങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ പൊസസ് ചെയ്തുകൊണ്ട്, ആയുധങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ കൈവശം വെച്ചുകൊണ്ട് എന്ത് ചെയ്യുകയാണ്, ഒരു കൊല്ലും, അല്ലെങ്കിൽ മോഷണം പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മോഷണത്തിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ കൊന്നുകളയും എന്നുള്ള ഒരു ലൈനിൽ എന്ത് ചെയ്യുകയാണ്, ഒരു നടപടി ചെയ്യുന്നു. അവിടെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഈ സെക്ഷൻ 307 ഉപയോഗിക്കുന്നത്. അപ്പൊ അത് എന്ത് വരും, അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും, അത് റിഗറസ് ഇംപ്രിസൺമെന്റിലേക്ക് പോകും. റിഗറസ് ഇംപ്രിസൺമെന്റ് അപ് ടു 10 years. ഓക്കെ, റിഗറസ് ഇംപ്രിസൺമെന്റ് അപ് ടു 10 years, 10 വർഷം വരെ നീണ്ടു നിൽക്കുന്ന തടവ്. അടുത്തത് അതിന്റെ ഒരു ഇല്യൂസ്ട്രേഷൻ പറയുമ്പോൾ കുറച്ചുകൂടെ നന്നാവും. ഓക്കെ, ബി വെച്ച് നോക്കാം. എ പിക്സ് ദി സെറ്റ്സ് പോക്കറ്റ് ഹാവിംഗ് പോസ്റ്റഡ് ഇൻ several of his companions near to him in order that he may restrain Set. If Set should perceive that what is passing and he should resist or should attempt to apprehend, he has committed the offense under this section. അതായത് എന്താണ്, എന്റെ പേഴ്സ് ഞാനിങ്ങനെ നമ്മുടെ അങ്ങാടിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരാൾ എന്ത് ചെയ്യാണ്, എന്റെ പേഴ്സ് പോക്കറ്റ് അടിക്കുകയാണ്. അങ്ങനെ എന്റെ പേഴ്സ് പോക്കറ്റ് അടിക്കുന്ന സമയത്ത് നമുക്കൊരു സാധാരണ തെഫ്റ്റ് ആയിരുന്നുവെങ്കിൽ എന്ത് ചെയ്യാം, ഇവനെ പിടിച്ച് ഇവന്റെ 2 ഇടി കൊടുത്താൽ ഇവൻ ചിലപ്പോൾ പേഴ്സ് തിരിച്ചു തരും. പക്ഷെ അത് സംഭവിക്കുന്നില്ല. ഇവൻ എന്ത് ചെയ്യാണ്, ഒരാൾക്ക് പാസ് ചെയ്യുന്നു, അത് അടുത്ത ആൾക്ക് പാസ് ചെയ്യുന്നു. അങ്ങനെ പാസ് ചെയ്ത് ഇത് റിക്കവർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എനിക്ക് ഈ ആക്ടിനെ, ഈ തെഫ്റ്റ് എന്ന് പറയുന്ന ആക്ടിനെ അബ്സല്യൂട്ട് ആയിട്ട് റെസിസ്റ്റ് ചെയ്യാനും എന്റെ ലോസ്റ്റ് ഒബ്ജക്റ്റ് റിക്കവർ ചെയ്യാനും പറ്റാത്ത രീതിയിൽ എന്ത് ചെയ്യുകയാണ്, ഒരു ആക്ട് ചെയ്യുന്നു. അപ്പൊ അത് എന്തിന്റെ പരിധിയിൽ വരും, സെക്ഷൻ 307 പരിധിയിൽ വരും. പോയിന്റ് കിട്ടിയോ? അല്ലെങ്കിൽ അടുത്തത്, A commits theft on property in Z's possession, and while committing the theft, he has loaded a pistol under his garment, having provided that the pistol was for the purpose of hurting Z in case Z should resist. A has committed the offense under this section. സെക്ഷൻ 307 അത് വരുന്നത്. എന്താണ് ഇവിടെ, ഒരാൾ മോഷണത്തിന് പോകുമ്പോൾ എന്ത് ചെയ്യാന്ന്, ഇടുപ്പിലൊരു തോക്കുമായിട്ട് പോകുന്നു. എന്തിനാ പോകുന്നത്, അവരെങ്ങാനും എഴുന്നേറ്റാൽ, ഞാൻ മോഷ്ടിക്കുന്നത് അവരെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ എന്താന്ന്, ഒന്നും നോക്കണ്ട അവരെ അങ്ങ് കൊന്നുകളയുക. ഓക്കെ, ഒന്നും നോക്കണ്ട അവരെ അങ്ങ് കൊന്നുകളയുക, അതാണ് ഉദ്ദേശം. സോ അപ്പൊ സെക്ഷൻ 307 അവിടെ വന്നിട്ടുണ്ട്. അടുത്തതാണ് എക്സ്റ്റോർഷൻ, സെക്ഷൻ 308. ഓക്കെ, എക്സ്റ്റോർഷൻ. അപ്പൊ എന്താണ് എക്സ്റ്റോർഷൻ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ പക്കയല്ലേ? എക്സ്റ്റോർഷൻ വരെയുള്ള കാര്യങ്ങൾ പക്കയല്ലേ? എന്നാ പിടിച്ചോ, എന്താണ് എക്സ്റ്റോർഷൻ? Whoever
intentionally puts any person in the fear of any injury to that person or to any other and thereby dishonestly induces the person so put in fear to deliver to any person any property or valuable security or anything signed or sealed or may be converted into a valuable security commits extortion. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു വ്യക്തി എ, ഇദ്ദേഹമാണ് വിക്ടിം. ബി എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒഫൻസ് ചെയ്യുന്നത്, ഒഫൻഡർ. ഓക്കെ, ബി എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ത് ചെയ്യുന്നത്? ഒഫൻഡർ. അപ്പം ഈ ബി എന്ന് പറയുന്ന വ്യക്തി ഒരു കത്തി കാണിച്ചിട്ട്, അപ്പൊ അവിടെ എന്തുണ്ടായി? ഫിയർ ഓഫ് ഇഞ്ചറി. എന്ത് ചെയ്തു? ഇൻഫ്ലിക്റ്റ് ചെയ്തു. അപ്പം ഫിയർ ഓഫ് ഇഞ്ചറി ഇൻഫ്ലിക്റ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി കത്തി കാണിച്ചുകൊണ്ട് എടടാ പൈസ എന്ന് പറയുകയാണ്. ഓക്കെ, എടടാ പൈസ എന്ന് പറയുകയാണ്. എ എന്ത് ചെയ്യുന്നു? 1000 റുപ്യ കൊടുക്കുന്നു. എയുടെ കയ്യിൽ ആകാതെ ഉണ്ടായിരുന്നുള്ളൂ. അത് 1000 ആണ് എങ്കിലും 10,000 ആണ് എങ്കിലും ലക്ഷമാണ് എങ്കിലും കോടിയാണ് എങ്കിലും അതെന്താണ്? ദാറ്റ് ഈസ് ദ ഒഫൻസ് ഓഫ് എക്സ്റ്റോർഷൻ. അവിടെ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന ഒഫൻസ് എന്താണ്? ഒഫൻസ് ഓഫ് എക്സ്റ്റോർഷൻ ആണ്. അവിടെ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന ഒഫൻസ് എന്താണ്? ഒഫൻസ് ഓഫ് എക്സ്റ്റോർഷൻ ആണ്. കിട്ടിയോ? എടേ പക്കാ സെറ്റ് അല്ലേ? ഇനി ഇതില് ഇഞ്ചുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു ചോദ്യം വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇഞ്ചുറി എന്നുള്ളത് എന്താകാം? ദാറ്റ് ക്യാൻ ബി ഫിസിക്കൽ ഇഞ്ചുറി ആകാം. അടിക്കും, ഇടിക്കും, കയ്യും കാലും തല്ലി ഒടിക്കും, മൂക്കിന്റെ പാല പിടിച്ച് തകർക്കും. ഓക്കെ, അതെന്താണ്? ഫിസിക്കൽ ഇഞ്ചുറി ആകാം. അടുത്തത് സൈക്കോളജിക്കൽ ഇഞ്ചുറി ആകാം. എന്താണ്? ഒരാളുടെ മാനസികമായിട്ട് തളർത്തും. ഓക്കെ, മാനസികമായിട്ട് എന്ത് ചെയ്യാണ്? അദ്ദേഹത്തിന് വലിയ ഇതുണ്ടാക്കും. യെസ്. മൂന്നാമത്തത് എന്താണ്? മൂന്നാമത് വരുന്നത് റെപ്യൂട്ടേഷണൽ ഇഞ്ചുറി ആകാം. ഓക്കെ, മൂന്നാമത്തത് എന്താണ്? റെപ്യൂട്ടേഷണൽ ഇഞ്ചുറി. അദ്ദേഹത്തിന്റെ സൽപേരിന് കളങ്കം വരുത്തുന്ന പ്രവർത്തികളും എന്താകാം? അവിടെ നടന്നു വരാം. അപ്പം ഇഞ്ചുറി എന്ന് പറയുമ്പോൾ അത് കേവലം എന്തല്ല, കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നതോ തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നതോ മാത്രമല്ല. അതെന്താണ്? അത് റെപ്യൂട്ടേഷൻ ഏൽക്കുന്ന മാനക്കേടും അല്ലെങ്കിൽ റെപ്യൂട്ടേഷൻ ഏൽക്കുന്ന ക്ഷതവും എന്തിന്റെ പരിധിയിൽ വരും? ഇഞ്ചുറിയുടെ പരിധിയിൽ വരും. നോക്കാം. എ threatens to publish defamatory libel concerning Z unless Z gives him money. Thus എന്ത് ചെയ്യാണ്? Thus induces Z to give money to him. Here A has committed extortion. Okay. Yes. അടുത്ത എന്താണ്? A threatens. ഇതിപ്പോ എന്താണ്? റെപ്യൂട്ടേഷണൽ ഇഞ്ചുറി ആണ്. ഇവിടേക്ക് വരുമ്പോ ഇതെന്താണ്? രണ്ടാമത്തത് നോക്കൂ. A threatens Z that he will keep Z's child in wrongful confinement. എവിടെയെങ്കിലും പൂട്ടി വെക്കും. Unless Z will sign and deliver a promissory note. അപ്പൊ എന്താണ്? ഫിസിക്കൽ ഇഞ്ചുറി അവിടെ ഇല്ല. ഈ എ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു ഫിസിക്കൽ ഇഞ്ചുറിയും ഇല്ല. പക്ഷെ എന്താണ്? മകനെ പൂട്ടി വെക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്? അതൊരു സൈക്കോളജിക്കൽ ഇഞ്ചുറി അല്ലേ? അപ്പൊ സൈക്കോളജിക്കൽ ഇഞ്ചുറി ഇൻഫ്ലിക്റ്റ് ചെയ്യുന്നു. യെസ്, പോയിന്റ് കിട്ടിയോ? യെസ്. അടുത്തത് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ കുറെ ഇതാണ്. അപ്പൊ എക്സ്റ്റോർഷൻ കിട്ടിയെന്ന് വരുന്നു. സെക്ഷൻ 108 നമുക്ക് കിട്ടി. അത് എക്സ്റ്റോർഷൻ ആണ്. അടുത്ത വരുന്നത് എന്താണ്? റോബറി ആൻഡ് ഡക്കോയിറ്റ്. സെക്ഷൻ 309 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ദാറ്റ് ഈസ് റോബറി. ഓക്കെ, റോബറി ചെയ്യുന്നു. എന്താണ് റോബറി എന്ന് നോക്കാം. In all
റോബറി there is either theft or extortion. അപ്പൊ നോക്കാം എന്താണ് ഈ എല്ലാ തെഫ്റ്റും അല്ലെങ്കിൽ എല്ലാ റോബറിയും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അത് തെഫ്റ്റിന്റെ ഒരു അഗ്രീവിയേറ്റഡ് ഫോം ആണ്, തെഫ്റ്റിന്റെ ഒരു ഉയർന്ന ഫോം ആണ്. അതല്ല എങ്കിൽ എന്താണ്? ഒന്നെങ്കിൽ തെഫ്റ്റിന്റെ ഉയർന്ന ഫോം ആണ്, അതല്ല എങ്കിൽ എന്തിന്റെ ഉയർന്ന ഫോം ആണ്? എക്സ്റ്റോർഷന്റെ ഉയർന്ന ഫോം ആണ്. നോക്കാം എന്താണ്. തെഫ്റ്റ് എപ്പോഴാണ് റോബറി ആകുന്നത് നോക്കാം. തെഫ്റ്റ് റോബറി ആവുന്നു. ഓക്കെ, അപ്പൊ അതിനെന്തുണ്ട്? ഒരു പാലമുണ്ട്. എങ്ങനെയാണ് തെഫ്റ്റിൽ നിന്ന് റോബറിയിലേക്ക് പോകുന്നത്? In order to commit theft, carry away or attempt to carry away property obtained by theft, the offender for that ends voluntarily attempt to causes any person death or hurt or wrongful restraint or the fear of instant death or instant hurt or instant wrongful restraint. അപ്പൊ എന്താണ് റോബറി ആവുന്നത്? ഞാനിതാ ഓക്കെ നോക്കൂ, ഇത് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് തന്നതാണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനെ വളരെ വാല്യുബിൾ ആയിട്ട് സൂക്ഷിക്കുന്നുണ്ട്. അപ്പം ഒരു കള്ളൻ വന്നിട്ട് ഇത് എടുത്തുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നു. ഇത് ഞാൻ അറിയാതെ എടുത്തുകൊണ്ട് പോവുകയാണ് എങ്കിൽ അത് തെഫ്റ്റ് ആണ്. ഓക്കെ, നോക്കുക എന്താണ്? ഞാൻ അറിയാതെ എടുത്തുകൊണ്ട് പോകുന്നു എങ്കിൽ അതെന്താണ്? അത് തെഫ്റ്റ് ആണ്. എന്നാൽ ഇത് കണ്ടു, ഇവനത് മോട്ടിക്കാൻ വരുന്നത് ഞാൻ കണ്ടു, ഞാൻ ഇവനെ വട്ടം കയറി അങ്ങോട്ട് പിടിച്ചു. വെക്കടാ എന്റെ പെൻ സ്റ്റാൻഡ് അവിടെ എന്ന് പറഞ്ഞ് ഞാൻ അവനെ എന്ത് ചെയ്തു? വട്ടം കയറി അങ്ങോട്ട് പിടിച്ച് അവരെ അനങ്ങാൻ വിടാത്ത രീതിയിൽ നിൽക്കുന്നു. അപ്പൊ ഇവനെന്ത് ചെയ്തു? ഇവൻ കൈ ഇങ്ങനെ താഴോട്ട് ഇട്ടിട്ട് ഇവന്റെ കയ്യിൽ നിന്ന് ഒരു ചുറ്റിക എടുത്ത് എന്റെ തലക്കിട്ട് ഒരു അടി വെച്ച് തന്നു. ഓക്കെ, എന്റെ തലക്കിട്ട് എന്ത് ചെയ്യാണ്? ഇവനൊരു അടി വെച്ച് തന്നു. എന്റെ തല പൊട്ടി ചോരച്ചെന്നും പറഞ്ഞ് ചീറ്റുന്നു. അപ്പൊ എന്താണ്? ഹാസ് അറ്റംപ്റ്റഡ് മർഡർ. ഓക്കെ, അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? അറ്റംപ്റ്റഡ് മർഡർ ചെയ്തു. അതല്ല എങ്കിൽ എന്താണ്? ഹാസ് കോസ്ഡ് grievous hurt by use of weapons. പഴയ IPC 326, പഴയ IPC 326 എന്നാണ് has caused grievous hurt by use of weapons. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഒഫൻസ് എങ്കിൽ, അല്ലെങ്കിൽ ഇതൊക്കെയാണ് ഒഫൻസ് എങ്കിൽ എന്താണ്? സാധാരണ തെഫ്റ്റ് ആകേണ്ടിയിരുന്നത് എന്തിലേക്ക് മാറി? റോബറിയിലേക്ക് മാറി. അപ്പൊ എന്താണ് പറയടേ? തെഫ്റ്റ് എങ്ങനെയാണ് റോബറി ആവുന്നത്? കോസിങ് ഡെത്ത്, ഗ്രീവിയസ് ഹർട്ട് ഓർ ഹാർട്ട്. അതല്ല എങ്കിൽ എന്താണ്? ഫിയർ ഓഫ് ഇൻസ്റ്റന്റ് ഡെത്ത്, ഗ്രീവിയസ് ഹർട്ട് ഓർ ഹാർട്ട്. ഓക്കെ, ഒരു തെഫ്റ്റ് നടക്കുന്ന സമയത്ത് അവിടെ ഇത്തരം പണികളൊക്കെ കാണിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ എന്തായി? തെഫ്റ്റ് റോബറി ആയി. ഓക്കെ, തെഫ്റ്റ് റോബറി ആയി. അടുത്തത് സെക്ഷൻ ഇതിന്റെ 309 സബ് ക്ലോസ് 3 എന്താണ് പറയുന്നത് നോക്കൂ. എക്സ്റ്റോർഷൻ. Extortion is robbery if the offender at the time of committing the extortion is in the presence of the person put in fear or commits extortion by putting. നേരത്തെ പറഞ്ഞ അതേ കാര്യം നമ്മൾ പറഞ്ഞു. എക്സ്റ്റോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇഞ്ചുറി ഉണ്ടാക്കും. ഓക്കെ, ഇഞ്ചുറി ഉണ്ടാക്കും എന്നുള്ള ഭയത്തിന്റെ പുറത്ത് ചെയ്യുന്നതിനെയാണ് നമ്മൾ എക്സ്റ്റോർഷൻ എന്ന് പറയുന്നത്. അതേ കാര്യം ആ ഭയം ഒന്നുകൂടി അഗ്രീവേറ്റ് ചെയ്യിച്ച് കൊല്ലും അല്ലെങ്കിൽ സാരമായി മുറിവേൽപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ എന്തായി? എക്സ്റ്റോർഷൻ റോബറി ആയി. എന്ന് പറഞ്ഞാൽ എക്സ്റ്റോർഷൻ റോബറി ആയി. പോയിന്റ് കിട്ടിയോ? എടേ പോയിന്റ് കിട്ടിയോടെ? സെറ്റല്ല? സംശയമൊന്നുമില്ലല്ലോ. എങ്ങനെയാണ് തെഫ്റ്റ് റോബറി ആവുന്നത്? എങ്ങനെയാണ് എക്സ്റ്റോർഷൻ
റോബറി ആവുന്നത്. കിട്ടിയോ? കിട്ടിയോടെ? പോയിന്റ് കിട്ടിയോടെ? സെറ്റ് അല്ല? പക്കാ സെറ്റ് അല്ലേ? യെസ്. കുറച്ച് ഇല്യൂസ്ട്രേഷൻസ് കൊടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചാൽ മതി. ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെ ഉള്ളൂ. അടുത്തത് വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. ദാറ്റ് ഈസ് ഡക്കോയിറ്റ്. ഓക്കെ, ഡക്കോയിറ്റി. ഓക്കെ, അല്ലെങ്കിൽ എന്താണ്? സംഘം ചേർന്ന് കൊള്ള നടത്തുക. ഓക്കെ, വലിയ ഒഫൻസ് ആണ്. ഇപ്പൊ നമ്മുടെ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ചമ്പൽ കാടുകളെ അടക്കി വിറപ്പിച്ച് ഭരിച്ചിരുന്ന നമ്മുടെ ഫൂലം ദേവി. ഓക്കെ, ചമ്പൽ കാടുകളെയൊക്കെ വിറപ്പിച്ച് ഭരിച്ചിരുന്ന ഫൂലൻ ദേവിയൊക്കെ ചെയ്തിരുന്ന പണി എന്താണ്? ഡക്കോയിറ്റ് ആണ്. ഓക്കെ, അപ്പൊ അത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. അത് എന്താണ് അതിന്റെ ഇൻഗ്രീഡിയൻസ് മനസ്സിലാക്കണം. അത് എങ്ങനെയാണ് ഇതാവുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പൊ നോക്കാം നമുക്ക്. ഇത് ഞാൻ പറയട്ടെ, ഞാൻ വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയട്ടെ. എല്ലാ ഡക്കോയിറ്റിയിലും ഒരു റോബറി ഉണ്ട്. മനസ്സിലായോ? എല്ലാ ഡക്കോയിറ്റിയിലും എന്തുണ്ട്? റോബറി ഉണ്ട് മക്കളെ. അതെങ്ങനെയാണ് എന്ന് ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തെ, ഡക്കോയിറ്റ് ആകണമെങ്കിൽ സെക്ഷൻ 310 പ്രകാരമുള്ള ഒന്നാമത്തെ കണ്ടീഷൻ നോക്കൂ. When 5 or more persons conjointly commit or attempt to commit robbery. അപ്പം റോബറി ആണ് എന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ എന്തായിരിക്കണം അവിടെ? 5 or more persons ഉണ്ടായിരിക്കണം. ഓക്കെ, 5 or more persons അവിടെ ഉണ്ടായിരിക്കണം. Commits robbery, or where the whole number of persons conjointly committing or attempting to commit robbery, or the persons present and aiding such commission of attempt amount to 5 or more, every person committing, attempting or aiding is said to have commit dacoity. എടേ, പോയിന്റ് കറക്റ്റ് ആയിട്ട് കിട്ടിയോ? പോയിന്റ് പക്കായായിട്ട് കിട്ടിയോ? അതായത് സംഭവം വളരെ സിമ്പിൾ ആണ്. ഓക്കെ, സംഭവം വളരെ സിമ്പിൾ ആണ്. റോബറി ചെയ്യുന്നു. നിങ്ങളെ ഇൻസ്റ്റന്റ് എടുത്ത് താടാ നിന്റെ പൈസ ഇല്ല, നിന്നെ ഇപ്പൊ കുത്തി മലത്തുമിട എന്ന് പറഞ്ഞിട്ട് നോക്കൂ. എ എന്ന് പറയുന്ന വ്യക്തി, എ വാസ് എ പാസഞ്ചർ, വാസ് എ പെഡസ്ട്രിയൻ, റോഡിലൂടെ നടന്നു പോകുന്ന വ്യക്തിയായിരുന്നു. അപ്പം ബിയും സിയും കൂടെ എന്ത് ചെയ്യാണ്? രണ്ട് സൈഡിൽ നിന്നും കത്തിയുമായി വന്ന് എയെ ആക്രമിക്കുന്നില്ല, എയുടെ നേരെ ചൂണ്ടിയിട്ട് പറയുന്നത്, എടാ താടാ പൈസ ഇല്ല, ഇപ്പൊ നിന്നെ കുത്തി മലർത്തുമിടാന്ന് പറയുകയാണ്. അപ്പം ഡിയും ഇയും എഫും എന്ത് ചെയ്യുകയാണ്? പോലീസ് വരുന്നുണ്ടോ, മറ്റാരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുകയാണ്. അപ്പൊ സത്യത്തിൽ എന്താണ്? there has been the ഈ ബിയുടെയും സിയുടെയും ഡിയുടെയും ഇയുടെയും എഫിന്റെയും ഇടയിൽ എന്തുണ്ട്? there has been the concurrence of minds. there has been the concurrence of minds, അല്ലെങ്കിൽ സെക്ഷൻ 34 ഓഫ് IPC പ്രകാരമുള്ള കോമൺ ഒബ്ജക്റ്റ്. അപ്പം ഒരു റോബറി നടന്നിരിക്കുമ്പോൾ ആ റോബറിയിൽ 5 അതിലധികം ആളുകളോ ഉണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്? ആ റോബറിയിൽ 5 അതിലധികം ആളുകൾ ഉണ്ട്. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? അവരുടെ ഇടയിൽ ഈ പറയുന്ന കൺകറൻസ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ കോമൺ ഒബ്ജക്റ്റ് ഉണ്ട്. ഇത് രണ്ടുമാണ് എങ്കിൽ ഒന്നും പേടിക്കണ്ട. എന്താണ് അത്? ഡക്കോയിറ്റി ആണ്. ഇത് രണ്ടുമാണ് എങ്കിൽ ഒന്നും പേടിക്കേണ്ട, അത് ഡക്കോയിറ്റി ആണ്. അപ്പൊ ഡക്കോയിറ്റിയുടെ ശിക്ഷകളെ കുറിച്ച് പറയാം. ഡക്കോയിറ്റി ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഉള്ളതിൽ ഏറ്റവും ഭീകരമായിട്ടുള്ള ശിക്ഷ കൊടുക്കുന്ന
ഒരു ഒഫൻസ് ആണ് ഈ ഡക്കോയിറ്റി എന്ന് പറയുന്നത്. യെസ്, എന്തൊക്കെയാണ് ഡക്കോയിറ്റിയുടെ ശിക്ഷകളെന്ന് നോക്കൂ. Whoever commits dacoit shall be punished with imprisonment for life or with rigorous imprisonment for a term which may extend up to 10 years. അപ്പം ഒന്നെങ്കിൽ ലൈഫ് ഇംപ്രിസൺമെന്റ്, അതല്ല എങ്കിൽ എന്താണ് റിഗറസ് ഇംപ്രിസൺമെന്റ് അപ് ടു 10 years. റിഗറസ് ആണ്, കഠിന തടവാണ് കേട്ടോ. റിഗറസ് ഇംപ്രിസൺമെന്റ് ആണ് അല്ലെങ്കിൽ കഠിന തടവാണ്. അടുത്തത്, ഇഫ് എനി വൺ ഓഫ് ദ 5 or more persons who conjointly committing the dacoit commits murder in so committing dacoity. എന്തൊക്കെയാണ് ഈ പറയുന്ന ഡക്കോയിറ്റി നടത്തുന്നു, സംഘം ചേർന്ന് കൊള്ള നടത്തുന്നതിന്റെ ഇടയിൽ, എന്ത് സംഭവിക്കുകയാണ്? അതിൽ ഒരാളെ വധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒന്നും പേടിക്കണ്ട. എന്താണ്? ഷാൽ ഗെറ്റ് പണിഷ്ഡ് വിത്ത് ഡെത്ത്. ഒന്നെങ്കിൽ കയറ്, അതല്ല എങ്കിൽ ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ്, അതല്ല എങ്കിൽ റിഗറസ് ഇംപ്രിസൺമെന്റ് നോട്ട് ലെസ് ദാൻ 10 years. 10 വർഷത്തിൽ കുറയാത്ത റിഗറസ് ഇംപ്രിസൺമെന്റും കിട്ടും. എന്താണ്? ഡക്കോയിറ്റിയുടെ ഇടയിൽ മർഡർ സംഭവിച്ചാൽ. ഓക്കെ, ഡക്കോയിറ്റിയുടെ ഇടയിൽ മർഡർ സംഭവിച്ചാൽ അങ്ങനെയൊരു കാര്യമുണ്ട്. അടുത്തത്, പ്രിപ്പറേഷൻ ഫോർ കമ്മിറ്റിംഗ് ഡക്കോയിറ്റി. Whoever makes any preparation for committing dacoity shall be punished with a rigorous imprisonment for a term which may extend to 10 years. അപ്പൊ എന്താന്ന് ഒന്ന് പ്രിപ്പയർ ചെയ്താൽ മതി, ആളെയൊക്കെ ഒന്ന് കൂട്ടി വാടാ നമുക്ക് പോയി ഡക്കോയിറ്റി നടത്താം. അവിടെ ഒരു ട്രെയിൻ വരുന്നുണ്ട്, ആ ട്രെയിനിൽ നിറച്ചും നല്ല പൂത്ത പൈസയുള്ള ആൾക്കാർ, അവരെ പോയി ആക്രമിച്ചേക്കാം എന്നുള്ള ഒരു ലൈനിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒന്നും പേടിക്കേണ്ട. എന്താണ്? ഇംപ്രിസൺമെന്റ് അപ് ടു 10 years. 10 വർഷം വരെ തടവ്. ഇനി അടുത്തത് എന്താണ്? ഡക്കോയിറ്റിക്ക് പ്രിപ്പയർ ചെയ്യുന്നില്ല, ഡക്കോയിറ്റിക്ക് വേണ്ടിയിട്ട് അസംബിൾ ചെയ്യുന്നു. അതിനു വേണ്ടിയിട്ട് എന്താണ്? സംഘം ചേർന്നിട്ട് മറ്റേ മുദ്രാവാക്യം വിളിച്ച് തയ്യാറായിട്ട് ജോഷ് കയറി നിൽക്കുകയാണ്. അങ്ങനെയാണ് എങ്കിൽ എന്താണ്? whoever is one of the 5 or more persons assembled for the purpose of committing dacoity shall be punished with a rigorous imprisonment for a term which may extend to 7 years. അപ്പൊ എന്താണ്? ജസ്റ്റ് ഒന്ന് അസംബിൾ ചെയ്ത് കഴിഞ്ഞാൽ, ഡക്കോയിറ്റിക്ക് വേണ്ടിയിട്ടൊന്ന് ഒരു മിയർ അസംബ്ലി എങ്കിലും നടത്തി കഴിഞ്ഞാൽ എന്താണ്? 7 years ഉണ്ടതിനാം. അടുത്ത എന്താണ്? ഇനി ഡക്കോയിറ്റി ഗ്യാങ്ങിൽ അംഗമാണ്. Whoever belongs to a gang of persons associated for the purpose of habitually committing dacoity shall be punished with imprisonment for life or with the rigorous imprisonment which may extend to 10 years and shall also be liable for a fine. അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? ഇവിടെ പറയുന്നത് അദ്ദേഹം ചിലപ്പോൾ അദ്ദേഹം എന്താണ്? ഒരു പുതിയ അംഗമാണ്. ഒരു നമ്മുടെ വീരപ്പന്റെ ഗ്യാങ് എടുക്കുക, അതൊരു ഡക്കോയിറ്റി ഗ്യാങ് ആണ്. അപ്പൊ നമ്മുടെ ഈ വീരപ്പന്റെ ഗ്യാങ്ങിലെ ഒരു പുതിയ അംഗം, അദ്ദേഹം ചേർന്നിട്ട് ഒരു 10 ദിവസമേ ആയിട്ടുള്ളൂ. ഒരു 10 ദിവസം അദ്ദേഹം ചേർന്നിട്ടായിട്ടുള്ളൂ. അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല? ഒന്ന് വിശാലമായിട്ട് ഒഫൻസുകൾ ഒന്നും ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല. ഒന്നും ചെയ്യുന്നില്ല. അദ്ദേഹത്തിന് ഇപ്പൊ പ്രധാന പണി എന്താണ്? വീരപ്പന് കഞ്ഞി വെച്ച് കൊടുക്കുക, രാവിലെ ചായ ഇട്ട് കൊടുക്കുക, ആ പണിയൊക്കെയാണ് അദ്ദേഹം ചെയ്യുന്നത്. ബട്ട് ഹി ഈസ് ഓൾസോ എ മെമ്പർ ഓഫ് ദിസ് ഗ്യാങ്. ശരിയല്ലേ? മെമ്പർ ഓഫ് ദി ഡക്കോയിറ്റ് ഗ്യാങ്, കൊള്ള സംഘത്തിലെ അംഗമാണ് അദ്ദേഹം. അങ്ങനെ അദ്ദേഹം കൊള്ള സംഘത്തിലെ അംഗമായതുകൊണ്ട് അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല എങ്കിലും but he had the knowledge that he has been part of a dacoit gang. അങ്ങനെയാണ് എങ്കിൽ എന്താണ്? imprisonment for life. അതല്ല എങ്കിൽ എന്താണ്? rigorous imprisonment up to 10 years. 10 വർഷം വരെ rigorous imprisonmentum കിട്ടും. പോയിന്റ് കിട്ടിയോടെ? പക്കാ സെറ്റ് അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. പക്കാ സെറ്റ്.